ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ഏടുകളിൽ ഒന്നായിരുന്നു പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹം. പയ്യന്നൂർ ഉളിയത്തെ ഈ കടവായിരുന്നു കെ കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന ആ ചരിത്ര മുഹൂർത്തത്തിന് വേദിയായത്. ഏപ്രിൽ 5 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ഒരേടായിരുന്നു അത്. ഗുജറാത്തിലെ ഒരു കടൽ തീര ഗ്രാമമായ ദണ്ഡിയിൽ രാഷ്ട്രപിതാവിന്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന ദിവസം. ആ സമരത്തിന്റെ പ്രതിധ്വനികൾ രാജ്യത്തൊട്ടാകെ വീശിയടിച്ചു. ഇവിടെ കേരളത്തിലും അതുണ്ടായി. ദണ്ഡിയിലെ പ്രതിഷേധത്തിന് 16 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു അത്. കോഴിക്കോട്ട് നിന്ന് കേരള ഗാന്ധി കെ കേളപ്പന്റെ നേതൃത്വത്തിൽ കാൽനടയായെത്തിയ 16 അംഗ വളണ്ടിയർമാർ 1930 ഏപ്രിൽ 21 പയ്യന്നൂരിൽ ഉപ്പുകുറുക്കി പ്രതിഷേധിച്ചു. പയ്യന്നൂർ നഗരത്തിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള ഉളിയത്ത് കടവിലായിരുന്നു ഈ ചരിത്ര സമരം നടന്നത്. 1930 മഹാത്മാഗാന്ധി ദണ്ഡിയിലേക്ക് ഉപ്പു സത്യാഗ്രഹത്തിന് യാത്ര ചെയ്തപ്പോൾ കേരള ഗാന്ധി കെ കേളപ്പൻ കോഴിക്കോട് നിന്ന് 32 പോരാളികളുമായി കാൽനടയായി യാത്ര ചെയ്തത് പയ്യന്നൂരിലെ ഈ ഉളിയത്ത് കടവിലേക്കായിരുന്നു. ഉളിയത്ത് കടവിൽ ഉപ്പ് കുറുക്കി നിയമം ലംഘിച്ച് കേളപ്പജി പയ്യന്നൂരിൻ്റെ പേര് സ്വാതന്ത്ര്യ സമര ചരിത്രത്തോട് ഒപ്പം എഴുതി ചേർത്തു. സ്വാതന്ത്ര്യ സമരത്തിൽ തിളങ്ങുന്ന അധ്യായം രചിക്കാൻ പയ്യന്നൂരിനെ സഹായിച്ചത് ഒരുപക്ഷെ ഈ ഉപ്പു സത്യാഗ്രഹമായിരുന്നു. ഇങ്ങനെ ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന എത്രയെത്ര കഥകൾ ഈ കടവിന് പറയാനുണ്ടാകും. കൈതക്കാടുകളും തണ്ണീർത്തടങ്ങളും നിറഞ്ഞ പ്രദേശമായിരുന്നു അന്ന് ഇവിടം. ഉപ്പു സത്യാഗ്രഹം നടത്തിയ ഉളിയത്തെ കടവ് ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുന്നു. ഉപ്പു സത്യാഗ്രഹ സ്മാരകമായി നിർമ്മിച്ച സ്തൂപവും അനുബന്ധ സ്ഥാപനങ്ങളും ഇന്ന് അവഗണനയുടെ സ്മാരകമായി മാറിയിരിക്കുകയാണ്. ഉപ്പ് വിളഞ്ഞ പാടം ഭൂമാഫിയയുടെ കയ്യിലാണിന്ന്. ഉപ്പുപാടം മണ്ണിട്ട് നികത്തി ഭൂമാഫിയ പണം കൊയ്യുകയാണ്. ഉപ്പു സത്യാഗ്രഹത്തിന്റെ ചരിത്രം പേറുന്ന ഈ മണ്ണ് സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന പതിറ്റാണ്ടുകൾ നീണ്ട ആവശ്യത്തിനൊടുവിൽ 2006 ഫെബ്രുവരി 7 ഇവിടെ ഒരു പാർക്ക് നിർമ്മിക്കുന്നത്. എന്നാൽ ആ ചരിത്ര സ്മാരകത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. മദ്യപാനികളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി ഇവിടം മാറിക്കഴിഞ്ഞു. കഞ്ചാവ് വലിക്കാനും സൂക്ഷിക്കാനും പറ്റിയ സുരക്ഷിത സ്ഥലമായി ഇവിടം ഉപയോഗപ്പെടുത്തുന്നു. പാർക്ക് സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ നഗരസഭാ അധികൃതർ ഉദ്ഘാടനത്തിന് ശേഷം ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. 150 ഏക്കറോളം പരന്നുകിടന്നിരുന്ന നീർത്തട പ്രദേശമായിരുന്നു ഇവിടം. കണ്ടൽക്കാടും കൈതക്കാടുകളും നിറഞ്ഞ ഈ പ്രദേശം ഇന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. സ്വകാര്യ വ്യക്തികളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഈ ഭൂമി കൈക്കലാക്കിയ ഭൂമാഫിയ പ്രദേശം പൂർണ്ണമായും മണ്ണിട്ട് നികത്തിക്കഴിഞ്ഞു. പരിസര പ്രദേശങ്ങളിൽ മണ്ണിട്ട് നികത്തൽ ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു. അപൂർവമായ കണ്ടൽക്കാടുകൾ നിറഞ്ഞു നിന്നിരുന്ന ഇവിടെ ഇന്ന് പേരിന് പോലും ഒരു കണ്ടൽ ചെടി കാണാനില്ല. ഒരു 3 വർഷങ്ങൾക്ക് മുമ്പേ ഈ കാണുന്ന പ്രദേശം മുഴുവനും ചതുപ്പായിരുന്നു. അതായത് ഉപ്പുകുറുക്കി എന്ന് പറയുന്ന ഈ സ്ഥലത്തെ പുഴയുടെ കരയിൽ ഉപ്പുവെള്ളം കയറി ഇറങ്ങുന്ന നല്ല കണ്ടൽക്കാടുകൾ അടങ്ങിയ ചതുപ്പ് നിലങ്ങളാണ് ഈ നിൽക്കുന്നതും ഈ പരിസര പ്രദേശങ്ങളിലുള്ളതെല്ലാം തന്നെ. പക്ഷേ വളരെ ദ്രുതഗതിയിൽ പയ്യന്നൂരും കണ്ണൂരുമുള്ള വലിയ മുതലാളിമാർ, ഭൂമാഫിയകൾ വളരെ ചെറിയ കാശ് കൊടുത്തിട്ട് ഇവിടെയുള്ള ചതുപ്പ് മുഴുവനും കൈക്കലാക്കുകയും 2008 നെൽവയൽ നീർത്തട സംരക്ഷണ നിയമവും അതുപോലുള്ള റവന്യൂ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആയിരക്കണക്കിന് ലോഡ് മണ്ണാണ് ഇവിടെ അനധികൃതമായിട്ട് കൊണ്ട് തള്ളിയിട്ട് ഇത് പറമ്പാക്കി മാറ്റിയിരിക്കുന്നത്.
50ഓളം കുടുംബങ്ങൾ ജീവിക്കുന്ന 2 കോളനികൾ ഇതിനടുത്തുണ്ട്. അംബേദ്കർ കോളനിയും ഉളിയത്ത് കോളനിയും. പ്രദേശത്തെ ജനങ്ങൾ പ്രാഥമിക ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്ന തോടായിരുന്നു ഇത്. പ്രദേശം പൂർണ്ണമായി മണ്ണിട്ട് നികത്തിയതോടെ ആ തോടിന്റെ ഗതി ഇതായി മാറി. ഇവിടത്തേക്കാണ് പയ്യന്നൂർ പട്ടണത്തിന്റെ മുഴുവൻ മാലിന്യവും ഒഴുകിയെത്തുന്നത്. ഇവിടെയുള്ള ഈ നാരങ്ങത്തോടിന്റെ കരയിൽ ഇവിടെ ജീവിക്കുന്ന അംബേദ്കർ കോളനിയിലെ ജനങ്ങൾ, അവർക്ക് ഒരു തരത്തിലും ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അവരുടെ കുടിവെള്ളം മുഴുവനും പൊല്യൂട്ടായി കഴിഞ്ഞിരിക്കുന്നു. വൈകുന്നേരമാകുമ്പോൾ കൊതുകുകളാർത്തിട്ടും പകലാകുമ്പോൾ ഈച്ചയാർത്തിട്ടും അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ നാരങ്ങത്തോടിന് പാരലായിട്ട് മാലിന്യങ്ങൾ ഒഴുകിവിടാൻ വേണ്ടിയിട്ട് കേളോത്ത് മുതൽ പണിതിരിക്കുന്ന അതിന്റെ അഡീഷണൽ ആയിട്ടുള്ള ഓവുചാലുകൾ പൂർണ്ണമായിട്ടും മണ്ണ് നികന്നിട്ട് അതിൽ ഒരു തുള്ളി പോലും മാലിന്യം പോകുന്നുമില്ല. പോകുന്നത് മുഴുവനും തോട്ടിൽ കൂടിയാണ്. കോളനികളും സമീപ പ്രദേശവും കടുത്ത കുടിവെള്ളക്ഷാമത്തെയാണ് അഭിമുഖീകരിക്കുന്നത്. എന്തായാലും ചരിത്രത്തിന് പറയാനോ ഓർമ്മപ്പെടുത്താനോ ഇവിടെ ഇനി ഒന്നും അവശേഷിക്കുന്നില്ല. ദിവസങ്ങൾക്ക് ശേഷം പഴയ ഈ ചരിത്രഭൂമിക കോൺക്രീറ്റ് പാടങ്ങൾക്ക് വഴിമാറിയേക്കും.